കാറ്റത്തെ കിളിക്കോട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കോളേജിലേക്ക് നിധി പോകുന്ന സമയത്തിന് ഭാസ്കരനും കൂടി അങ്ങോട്ടേക്ക് കാറിൽ അങ്ങ് കയറിയിരിക്കുകയാണ്. നിധിക്കാണെങ്കിൽ ആകെപ്പാട് ടെൻഷനായിരിക്കും. എന്താ സംഭവിക്കുക എന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അവളുടെ ഉള്ളിൽ ആകെ പേടിയായിരിക്കും. ഈ ഭാസ്കരൻ സ്വന്തം ഭാര്യയെ പോലും വെട്ടിക്കൊന്ന ആളല്ലേ, ഇനി തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊരു ഉൾഭയം ഉണ്ടായിരുന്നു നിധിക്ക്. പക്ഷേ ഭാസ്കരനാണെങ്കിൽ നല്ലൊരു ഹാപ്പി മൂഡിലായിരിക്കും. സുഭാഷിന്റെയും സുധീഷിന്റെയും അച്ഛനായതുകൊണ്ട് തന്നെ അയാളോട് വണ്ടിയിൽ കയറണ്ട എന്ന് പറയാനും പറ്റാത്തൊരവസ്ഥ. ദൈവമേ, വല്ല പണിയും കിട്ടുമോ, ഇതിലും നല്ലത് ബസ്സിന് തന്നെ പോവുകയായിരുന്നു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നിധിക്ക് ആകെ ടെൻഷനാവും. ആ സമയത്ത് സുഭാഷിനെ ജോലി സ്ഥലത്ത് വിടാൻ വേണ്ടിയിട്ട് സുധീഷ് ബൈക്കുമായി വരും. ആ പോകുന്ന വഴിക്കാണ് സുനന്ദയുടെ അമ്മ ലളിതയും കൂടെ കടന്നു വരുന്നത്. സുഭാഷും സുധീഷും പോകുന്നതോടുകൂടി തന്നെ സുനന്ദയെ കണ്ട ഉടനെ തന്നെ സുഭാഷ് അവളെ നോക്കി. സുനന്ദ തിരിച്ചു നോക്കി. പക്ഷേ ഇത് ലളിതയ്ക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എടി, നേരെ നോക്കി നടക്കടി, അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ, കുറുക്കൻ, ചത്താലും കണ്ടു കോഴിക്കൂട്ടിൽ തന്നെ എന്ന പോലെ ഇങ്ങനെ മോളെ നോക്കി ചീത്ത പറയാണ്. ഒന്ന് പോടാ അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവരങ്ങ് ദേഷ്യപ്പെട്ടു. സുധീഷ് തിരിച്ചു ചോദിച്ചു, പിന്നെ നിങ്ങളുടെ മോളെ അല്ലാതെ വേറെ ആരെ നോക്കാനാണ്? ജസ്റ്റ് ഒന്ന് നോക്കിയതിനല്ലേ ഇത്ര പ്രശ്നം? സുനന്ദക്കാണെങ്കിൽ വലിയ സങ്കടമായി. സുഭാഷേട്ടന്റെ കണ്ണ് അപ്പോഴേക്കും നിറഞ്ഞിരുന്നു. സുഭാഷേട്ടന്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നതും കണ്ടുകൊണ്ട് തന്നെ അത് തുടക്കുന്നത് കണ്ണാടിയിലൂടെ കണ്ട സുധീഷ് ചോദിക്കുന്നത്, എന്താ സുഭാഷേട്ടാ, എന്ത് പറ്റി, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അന്നേരം സങ്കടം ഉള്ളിലൊതുക്കിക്കൊണ്ട് തന്നെ സുഭാഷ് പറഞ്ഞു, ഏയ് ഒന്നുമില്ലടാ, കണ്ണിൽ എന്തോ പെട്ടെന്ന് പൊടി വീണതാണ് എന്ന് പറയും. പക്ഷേ സുധീഷിന് കാര്യം കൃത്യമായിട്ട് തന്നെ മനസ്സിലായി. ഇത് സുനന്ദയെ കണ്ടതിന്റെ വിഷമമാണ് എന്ന കാര്യം. സുനന്ദയുടെ അവസ്ഥവും ഇതുപോലെ തന്നെ മോശമായിരുന്നു. അത്രയും കാലം സ്നേഹിച്ച് ഒരാളെ കണ്ടപ്പോൾ അവൾക്ക് സഹിക്കാനായില്ല. വീട്ടുകാരുടെ കൂടെ നിൽക്കണോ അതോ സുഭാഷേട്ടന്റെ കൂടെ നിൽക്കണോ എന്നൊരു കൺഫ്യൂഷനായിരുന്നു അവൾക്ക്. എല്ലാവരെയും മുന്നിൽ വെച്ച് ഇഷ്ടമല്ല എന്ന് നടിച്ചാലും സുഭാഷിന്റെ ഉള്ളിൽ എപ്പോഴും സുനന്ദയോട് എപ്പോഴും ഒരു ഇഷ്ടം തന്നെയാണ്. ഇതേ സമയത്തന്നെ കാറിൽ നിധിയും ഭാസ്കരനും യാത്ര തുടരുകയായിരുന്നു. ഭാസ്കരൻ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് എൻജോയ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. പാട്ടിനൊപ്പം കയ്യുമൊക്കെ ഇട്ട് ആട്ടി ആട്ടി ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നത് പോലെ അയാൾ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ നിധിയുടെ അവസ്ഥ അങ്ങനെയില്ല. നിധി ആകെ വെപ്രാളത്തിലായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ഒന്ന് എത്തിയാൽ മതി എന്നായിരിക്കും അവൾ പ്രാർത്ഥിക്കുന്നത്. കുറെ ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ ഡ്രൈവറോട് ഒന്ന് വണ്ടി ചേർത്ത് നിർത്താൻ പറഞ്ഞു. അവിടെ ബാത്റൂം ഉണ്ടായിരുന്നു. അയാൾ അവിടെ പോയിട്ട് നോക്കിയിട്ട് വന്ന് നിധിയോട് പറഞ്ഞു, മോളെ, ബാത്റൂമിൽ പോവണമെങ്കിൽ അവിടെ പോയിക്കോളൂ, നല്ല ക്ലീനുള്ള ടോയ്ലറ്റ് ആണ് എന്ന് പറയും. നിധി വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അയാൾ വിട്ടില്ല. ഇനി കുറെ സമയമെടുക്കും അവിടെ എത്താൻ. അത്രയും നേരം ഇതുപോലെ ഒരേ ഒരു ഇരിപ്പിരിക്കേണ്ടതല്ലേ, അതുകൊണ്ട് പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് അയാൾ നിർബന്ധിച്ചു. അങ്ങനെ നിധി ബാത്റൂമിലേക്ക് പോയി. ആ സമയം ഭാസ്കരൻ ഡ്രൈവറോട് പറഞ്ഞു, എടാ, അപ്പുറത്തെ കടയിൽ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കിട്ടും. ഞാൻ പണ്ട് ലോറിയുമായിട്ട് വരുമ്പോൾ എപ്പോഴും അവിടെ നിന്നാണ് കഴിക്കാറുള്ളത്. നീ പോയിട്ട് 3 ബിരിയാണി പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വാ എന്ന് പറയും. അങ്ങനെ അയാളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് അയാളെ അങ്ങോട്ടേക്ക് വിട്ടു. അങ്ങനെ നിധി ബാത്റൂമിൽ നിന്നും തിരിച്ചു വന്നപ്പോൾ കണ്ടത് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ഭാസ്കരനെയാണ്. അവൾ ശരിക്കും ആ ഒരു കാഴ്ച കണ്ടിട്ടങ്ങ് ഞെട്ടിപ്പോയി. എന്നാ പിന്നെ നമുക്ക് വിട്ടാലോ എന്ന് ഭാസ്കരൻ ചോദിച്ചതോടുകൂടി തന്നെ നിധി ആകെ അന്തം വിട്ട് നിൽക്കാണ്. ഡ്രൈവർ എവിടെ പോയി? ഡ്രൈവറെ എവിടെയോ മാറ്റി നിർത്തിയിട്ട് തന്നെ കൊല്ലാൻ വേണ്ടി പോവുകയാണോ എന്നൊക്കെ ആയിരിക്കട്ടോ അവള് പേടിച്ചുകൊണ്ട് തന്നെ ചിന്തിക്കുന്നത്. ചോദിക്കാനും വയ്യ, അച്ഛനായി പോയില്ലേ. വണ്ടി കുറച്ച് മുന്നോട്ട് പോയി ആ ഹോട്ടലിന്റെ മുന്നിൽ അങ്ങ് നിർത്തിയപ്പോൾ ഡ്രൈവർ ബിരിയാണിയുമായി വന്നു. അങ്കിളാണ് വണ്ടി ഓടിക്കുന്നത്, ഞാൻ ഓടിക്കാമെന്ന് ഡ്രൈവർ പറഞ്ഞുവെങ്കിലും ഭാസ്കരൻ അതിന് സമ്മതിച്ചില്ല. കുറച്ചു നേരം ഞാൻ ഓടിക്കട്ടെ, വണ്ടി എങ്ങനെ സ്മൂത്തായിട്ട് ഓടിക്കണമെന്ന് നിനക്ക് ഞാൻ പഠിപ്പിച്ചുതരാം, നീ ഇത് കണ്ടുപഠിക്ക്. വണ്ടി എപ്പോഴും ഇടതുവശം ചേർന്ന് ഓടിക്കണം. വണ്ടിയിൽ ഇരിക്കുന്നവർക്ക് നമ്മൾ ഓടിക്കാണെന്ന് അറിയാൻ പോലും പാടില്ല. നീ ഇത് കുതിരപ്പുറത്തിരിക്കുന്നത് പോലെയാണ് ഓടിക്കുന്നത് എന്നും പറഞ്ഞ് അയാൾ ഡ്രൈവിംഗ് ക്ലാസ് എടുത്തു കൊടുത്തു. 10ഉം 12ഒക്കെ ടണ്ണ് ലോറി ഓടിച്ച് തനിക്ക് ഈ ഒരു കുഞ്ഞു വണ്ടി ഓടിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും ഇത് നിസ്സാരമാണെന്ന് അയാൾ വീമ്പിളക്കി. നിധിക്കാണെങ്കിൽ ആകെ പേടിച്ചു വിറച്ചിങ്ങനെ ശ്വാസം മുട്ടിയിരിക്കുകയാണ്. അവൾ ഡ്രൈവർ ഓടിക്കട്ടെ എന്ന് പറയാൻ നോക്കിയെങ്കിലും ഭാസ്കരൻ അതൊന്നും കേട്ടില്ല. കുറെ ദൂരം പോയി കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും വണ്ടി ഒന്ന് സൈഡാക്കി ഒതുക്കി. വാ, നമുക്ക് ആഹാരം കഴിക്കാമെന്ന് അയാൾ പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു. ചുറ്റും നോക്കിയപ്പോൾ അവിടെ ഹോട്ടലൊന്നും കണ്ടില്ല. അപ്പൊ നിധി കരുതി, ഇതെന്താ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്ന്. ഭാസ്കരൻ എല്ലാവർക്കും ബിരിയാണി പാർസൽ എടുത്തു കൊടുത്തു. നിധിയോട് കാറിൽ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് അയാളും ഡ്രൈവറും കൂടി പുറത്തേക്ക് ഇറങ്ങി കഴിച്ചു. പേടി കാരണം നിധിക്കാണെങ്കിൽ ഒന്നും തന്നെ തൊണ്ടയിൽ നിന്നങ്ങ് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ട ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, മോൾ എന്താ കഴിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവൾ വേഗം തന്നെ അത് കഴിച്ചു തുടങ്ങി. പെട്ടെന്ന് ഭാസ്കരൻ തന്റെ അരയിൽ നിന്നും ഒരു കത്തിയെടുത്തു. അതിന്റെ മൂർച്ച ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നിധി മരിച്ചു എന്ന് തന്നെ അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പൊ തന്നെ എന്നെ കൊല്ലുമെന്ന് കരുതിയിട്ട് അവൾ ഇങ്ങനെ പേടിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് തന്നെ അയാൾ ആ ഒരു കത്തി കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ആപ്പിൾ ചെത്തി കഴിച്ചു. അപ്പോൾ ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ബിരിയാണി കഴിച്ചതല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ അങ്കിളെ ഈ ആപ്പിള്? അതിന് മറുപടിയായി, അതൊക്കെ എനിക്കറിയാം എന്ത് കഴിക്കണമെന്ന്, നീ നിന്റെ പണി നോക്കിയാ മതി, ഭാസ്കരൻ പറഞ്ഞു. അങ്ങനെ അവർ യാത്ര തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡ്രൈവർ പെട്ടെന്നങ്ങ് ബ്രേക്ക് ഇട്ടപ്പോൾ ഉറക്കത്തിലായിരുന്ന ഭാസ്കരൻ അങ്ങ് ഞെട്ടി എഴുന്നേറ്റു. എന്താണ് നീ കാണിക്കുന്നത് എന്ന് ദേഷ്യപ്പെട്ടപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട്, നമ്മൾ കോളേജിലെത്തിയ അങ്കിളെ എന്ന്.
ഭാസ്കരൻ ചുറ്റും നോക്കി നിധിയോട് ചോദിച്ചു, ഇതാണോ മോളെ നിന്റെ കോളേജ്? അവൾ അതേയെന്നും പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി. നല്ല വെയിലാണ്, സൂക്ഷിച്ചു പോകണമെന്നൊക്കെ ഭാസ്കരൻ ഉപദേശിച്ചു. അന്നേരം നിധിയുടെ കൂട്ടുകാരി ശ്വേത അങ്ങോട്ടേക്ക് വരികയാണ്. കുറെ നാൾക്ക് ശേഷം കണ്ടതോടുകൂടെ തന്നെ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷത്തിലിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. ഭാസ്കരൻ നിധിയോട് പറഞ്ഞു, മോളെ വെയിലാകുന്നതിന് മുൻപ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് വരണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്ന് പറയും. ശ്വേത ഇത് ആരാണ് എന്ന് ചോദിച്ചുവെങ്കിലും നിധി അതിനൊന്നും തന്നെ മറുപടി പറഞ്ഞില്ല. നിന്റെ പഴയ നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് ശ്വേത ചോദിച്ചപ്പോൾ നമ്പർ മാറിയെന്ന് നിധി പറഞ്ഞു. നീ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒളിച്ചോടി പോയി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വലിയ വാർത്ത ആയിരുന്നല്ലോ അത് എന്ന് ശ്വേത പറഞ്ഞു. നിധി ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് കയറി. അവിടെ ഒരു സ്റ്റാഫിനെ കണ്ടപ്പോൾ നിധി കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി, അതൊന്ന് റീഅപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർ നിധിയെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. അവിടെ ഇരുന്ന സ്റ്റാഫുകളെല്ലാം നിധിയെ കളിയാക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. നിന്റെ വാർത്തയൊക്കെ ടിവിയിൽ കണ്ടിരുന്നു, നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിരുന്നില്ല. ഗോൾഡ് മെഡൽ ഒക്കെ കിട്ടിയ കുട്ടി ഇങ്ങനെ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി നിന്റെ ഭാവി കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കളിയാക്കി പറയുന്ന സമയത്തിന് നിധിക്ക് നല്ല സങ്കടം വന്നു. ഈ സമയം നിധിയെ സഹായിക്കാൻ വന്ന സ്റ്റാഫ് പുറത്തിറങ്ങി നിധിയുടെ ചേട്ടൻ അരുണിനെ വിളിച്ച് വിവരം പറഞ്ഞു. നിന്റെ അനിയത്തി ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വന്നിട്ടുണ്ട്. അത് കേട്ടപ്പോൾ അരുണിന് വല്ലാത്ത ദേഷ്യം വന്നു. അവൾക്കൊരിക്കലും ആ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പാടില്ല, ഞങ്ങളെയൊക്കെ വെല്ലുവിളിച്ചു പോയതല്ലേ അവള്. അവൾക്ക് നല്ല പണി കൊടുക്കണമെന്ന് കരുതി അരുൺ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. നിധി അപ്പോഴേക്കും പ്രിൻസിപ്പളിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴാണ് സുധീഷ് വിളിക്കുന്നത്. ഫോൺ എടുത്ത് മാറിയ നിധിയോട് സുധീഷ് കാര്യങ്ങളൊക്കെ തിരക്കി. പ്രിൻസിപ്പൾ വരാൻ വൈകുമെന്ന് പറഞ്ഞപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, അച്ഛൻ കൂടെയുണ്ടോ എന്ന്. അച്ഛൻ വരുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വന്നേനെ എന്ന് സുധീഷ് പറഞ്ഞപ്പോൾ ഇനി അതെന്നെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് നിധി പറഞ്ഞു. അപ്പോഴേക്കും പ്രിൻസിപ്പാൾ ഇന്ന് വരില്ല എന്ന വിവരം സ്റ്റാഫ് പറഞ്ഞു. സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുത്ത് FIR എടുത്ത് യൂണിവേഴ്സിറ്റിയിൽ പോകണമെന്നൊക്കെയുള്ള നടപടികൾ അവർ പറഞ്ഞു കൊടുത്തു. ശ്വേത ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ നിധിയെ സഹായിച്ചു. അത്രയും വലിയ റിസ്ക് ആണെന്ന് അറിഞ്ഞിട്ടും ആദ്യം തന്നെ ഇതൊക്കെ ചെയ്തിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ എന്ന് അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. ഭാസ്കരൻ അപ്പോഴും വണ്ടിയിൽ തന്നെ നല്ല ഉറക്കത്തിലായിരിക്കും. നിധി തനിച്ചാണ് വന്നത് എന്ന് കരുതിയിട്ടാണ് അരുൺ അങ്ങോട്ടേക്ക് വന്നത്. നിധി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാൻ കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് അരുൺ അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് അരുണിന്റെ കാർ അവിടെ വന്ന് അവളുടെ അടുത്തേക്ക് വന്ന് ചീറിപ്പാഞ്ഞങ്ങ് നിർത്തുന്നത്. സഡൻ ബ്രേക്ക് ഇട്ട ആ ഒരു ശബ്ദം കേട്ട് ഭാസ്കരൻ അങ്ങ് ഞെട്ടി എഴുന്നേറ്റു. കാറിൽ നിന്നും ഇറങ്ങി വന്ന അരുൺ നിധിയെ ആക്ഷേപിക്കാൻ തുടങ്ങി. എടി, നിനക്ക് നാണമില്ലേ? അച്ഛന്റെ കാശിനെ പഠിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ് വെച്ച് ജോലി നോക്കാനായിട്ട്. അതിനൊക്കെ നിനക്ക് എങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ നിധി ആകെ തകർന്നു പോയി. തന്റെ സർട്ടിഫിക്കറ്റ് അച്ഛൻ തന്നെ കത്തിച്ചു കളഞ്ഞിട്ട് രണ്ടാമത്തേത് എടുക്കാൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾക്ക് സഹിക്കാനായില്ല. നിധിക്കും വിട്ടുകൊടുക്കാനായില്ല. നിധി വിട്ടുകൊടുക്കാതെ തന്നെ അരുണിന് മറുപടി നൽകി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഭാസ്കരാണെങ്കിൽ ആകെ തരിച്ചൊരവസ്ഥയിലായിരിക്കും. നിധിയുടെ കയ്യിലുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് തട്ടിപ്പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരുൺ എങ്ങനെ നോക്കുമായിരിക്കും. അരുൺ നിധിയുടെ കയ്യിലുള്ള ആ ഒരു അക്നോളജ്മെന്റ് ഫോം ബലമായി പിടിച്ചു വാങ്ങിക്കാൻ നോക്കുമ്പോൾ, പഠിച്ച കള്ളിയാ നീ, വീട്ടുകാരെല്ലാവരും നാണം കെടുത്തിട്ട് നിനക്കിന് സർട്ടിഫിക്കറ്റ് ജോലിയും ഒന്നും വേണ്ട എന്ന് അലറിക്കൊണ്ട് തന്നെ അവൻ അവളെ അങ്ങ് തള്ളി മാറ്റി. നിധി നിലവിളിച്ചുകൊണ്ട് പുറകേറ്റുമാറിയും പാതി മയക്കത്തിലായിരുന്ന ഭാസ്കരൻ സിംഹത്തെ പോലെ കാറിൽ നിന്നും ഇറങ്ങി വന്നിട്ട് അയാളുടെ കണ്ണിലേക്ക് ഒരു വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു. അരുണെ കൈവിടട എന്ന ഭാസ്കരന്റെ ആ ഒരൊറ്റ വിളിയിൽ തന്നെ അരുണൊന്ന് വിറച്ചുപോയി. കോളേജ് പരിസരമാകെ നിശബ്ദമായി. അരുൺ പുച്ഛത്തോടെ പറഞ്ഞു, ഇതാരാ, നിന്റെ പുതിയ അപ്പനാണോ നിധി? ഇവനെ കണ്ടാലറിയാം വലിയൊരു ക്രിമിനലായെന്ന്. ആ വാക്ക് കേട്ടപ്പോൾ ഭാസ്കരൻ എന്ന് ചിരിച്ചു. പക്ഷേ ആ ചിരി പേടിപ്പെടുത്തുന്നതായിരുന്നു. അയാൾ സാവധാനം അരുണിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എടാ മോനെ, വണ്ടി ഓടിക്കാൻ മാത്രമല്ല ജീവിതത്തിലും ചിലപ്പോൾ നമുക്ക് ബ്രേക്ക് ഇടേണ്ടി വരും. ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി പാടും. നിന്റെ അച്ഛൻ കത്തിച്ചു കളഞ്ഞത് ഒരു പേപ്പറായിരിക്കും, പക്ഷേ അത് ഈ കുട്ടിയുടെ സ്വപ്നങ്ങൾ കത്തിക്കാനുള്ള സമ്മതമൊന്നും അയാൾക്കില്ല. ഭാസ്കരൻ അരുണിന്റെ കയ്യിലിരുന്ന ആ ഒരു പേപ്പർ ഒറ്റ വലിക്കങ്ങ് തിരിച്ചെടുത്തു. അരുൺ ദേഷ്യം കൊണ്ട് വിറച്ചു. പണി കൊടുക്കാൻ നോക്കിയെങ്കിലും ഭാസ്കരന്റെ കയ്യിലിരുന്ന ആ ഒരു ചെറിയ കത്തി കണ്ടപ്പോൾ തന്നെ അവൻ അങ്ങ് പിന്നോട്ട് വലിഞ്ഞു. നീ ഇപ്പൊ പോ, ഇല്ലെങ്കിൽ നിനക്ക് പഴയ FIR ഒക്കെ ഓർമ്മ വരും എന്ന് ഭാസ്കരൻ താക്കീത് നൽകി. അരുൺ പല്ലു കടിച്ചുകൊണ്ട് തന്നെ തന്റെ കാറിലേക്ക് അങ്ങ് കയറിപ്പോയി. നിധി അപ്പോഴേക്കും വിറച്ചു നിൽക്കുകയായിരുന്നു. ഭാസ്കരൻ അവളുടെ അടുത്തേക്ക് വന്ന് വളരെ ശാന്തമായി പറഞ്ഞു, പേടിക്കേണ്ട മോളെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ സുധീഷ് എന്നെ ഏൽപ്പിച്ചത് നിന്നെ സുരക്ഷിതമായി വീട്ടിലേക്ക് എത്തിക്കാനാണ്. ഈ സർട്ടിഫിക്കറ്റ് നീ നേടിയെടുക്കും. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും നമുക്ക് പോവാനൊക്കെ ഞാൻ തയ്യാറാണ് എന്ന് പറയട്ടെ ഭാസ്കരൻ. അന്ന് വൈകുന്നേരം അവർ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ സുധീഷ് വഴിയിൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അരുൺ അവിടെ വന്ന് ബഹളം വെച്ച കാര്യമെല്ലാം തന്നെ നിധി കരഞ്ഞുകൊണ്ട് സുധീഷിനോട് പറഞ്ഞു. സുധീഷ് ഭാസ്കരന്റെ കൈകൾ ചേർത്ത് പിടിച്ചു. നന്ദിയുണ്ട് അച്ഛ, അച്ഛൻ വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് അവൾ രക്ഷപ്പെട്ടത്. ഭാസ്കരൻ സുധീഷിന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, എടാ, തെറ്റുകൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ സ്വന്തം മകളുടെ സങ്കടം കാണാൻ ഏത് അച്ഛനാടാ പറ്റുക?
നിങ്ങളുടെ കൂടെ എന്നും ഞാനുണ്ടാവുമെന്ന് പറയും. അങ്ങനെ അന്ന് രാത്രി നിധി ആ പഴയ ആപ്പിൾ മുറിച്ച് ആ ഒരു കത്തി നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു. താൻ കരുതിയത് പോലെ ഒരു വില്ലനൊന്നും അല്ല ഭാസ്കരൻ, മറിച്ച് തങ്ങളെ സംരക്ഷിക്കാമെന്ന ഒരാളാണെന്ന കാര്യം അവൾക്ക് ബോധ്യപ്പെട്ടു. സുഭാഷിന്റെയും സുനന്ദയുടെയും പ്രണയത്തിന് കൂടി ഒരു വഴി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഭാസ്കരൻ തീരുമാനിക്കുന്നതോടുകൂടിയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.